അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന KS നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ആൻഡ് ദീസ് ആർ ദി 3 ഇമ്പോർട്ടൻറ്റ് ടേക്ക് അവേസ് ഫ്രം ഇറ്റ്. ഒന്ന്, പ്രായപരിധിയിൽ യാതൊരു മാറ്റവുമില്ല. സ്ട്രീം 1-ന് 32, സ്ട്രീം 2-ന് 40-നും സ്ട്രീം 3-ന് 50-മാണ് പ്രായപരിധി. ഏജ് റിലാക്സേഷന് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. 2, സിലബസിൽ യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ PYQസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നടത്തി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഫോക്കസ് ചെയ്ത് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് ആവശ്യം. കാരണം നമ്മുടെ മുന്നിലുള്ളത് ആകെ 3 മാസം. 3, വേക്കൻസീസിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായിരിക്കുന്നു. മൊത്തം 31 വേക്കൻസീസ്. സ്ട്രീം 1-ന് 11, സ്ട്രീം 2 ആൻഡ് 3-ക്ക് 10 വേക്കൻസീസും. വേക്കൻസീസ് കൂടാനായിട്ടുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. എന്തു തന്നെയാണെങ്കിലും കേരളത്തിൽ ഒരു IAS ഓഫീസർ ആകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സിവിൽ സർവീസ് എക്സാമിനേഷനേക്കാളും ഒരു സേഫ് ബെറ്റ് KS എക്സാമിനേഷൻ തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലീഡ് IAS സ്റ്റാർട്ട് ചെയ്യുന്ന പ്രിലിംസ് ക്രാഷ് കോഴ്സിലേക്ക് ഉടനെ അഡ്മിഷൻ എടുക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം.